സാർ നമസ്കാരം. നമസ്കാരം. CPI CPM പോര് മുറുകുന്നു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള ഒരു തർക്കം. നിയമസഭാ മന്ദിരത്തിൽ ഒരു മുറിക്ക് വേണ്ടി, ഒറ്റ മുറിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് എന്ന് വേണമെങ്കിൽ സ്ഥൂല ഗതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ വിവക്ഷിക്കാൻ സാധിക്കും. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തങ്ങൾക്ക് അവകാശപ്പെട്ടാണ്, തങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം രംഗത്തെത്തിയത് അല്ലെങ്കിൽ പരസ്യമായി അത് പ്രകടിപ്പിച്ചത് ബിനോയ് വിശ്വം തന്നെയാണ്. ഇടതുപക്ഷത്തിന്റെ നാണം കെട്ട് തോൽവിക്ക് ഉത്തരവാദി പിണറായി വിജയനും MP ഗോവിന്ദനും അടക്കമുള്ള ആളുകളാണ്. തങ്ങൾക്ക് കൂടി ഈ തോൽവിയിൽ നാണം കെട്ട് നിൽക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് CPIയുടെ ഇപ്പോഴത്തെയും എപ്പോഴത്തെയും അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇനി ഇടതുപക്ഷത്തിൽ നിൽക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തങ്ങൾക്ക് ആവശ്യമുണ്ട്, തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ബിനോയ് വിശ്വം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് പിണറായി വിജയനെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തിയത്. അങ്ങനെ ഒരു വിഷയമില്ല, അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല, അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു ചർച്ച പോലുമില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞതും LDFിലേക്ക്, അതായത് മുന്നണി യോഗത്തിൽ പോലും ഇത് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് മാറുകയായിരുന്നു. പിന്നീട് CPMന്റെയും CPIയുടെയും ദേശീയ തലത്തിൽ ഇത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കട്ടെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. എന്നാൽ ഇതിനിടയിൽ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള EDയുടെ അന്വേഷണത്തിൽ ദ്രുതഗതിയിലുള്ള ചില നടപടിക്രമങ്ങൾ കണ്ടു. പിണറായി വിജയന്റെ മരുമകനും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിരുന്ന വീണയുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിന്റെ കൂട്ടുകാരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് ED റെയ്ഡ് നടത്തി വിലപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തി. അവിടെ നിന്നുമാണ് വീണയെ കുടുക്കിലാക്കുന്ന, അതായത് വീണയ്ക്ക് വിദേശങ്ങളിലേക്ക്, ബാങ്കുകളിലേക്ക് പണം നിക്ഷേപിച്ചതായ ചില രേഖകൾ, ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ED റെയ്ഡിനെത്തിയത്. 20 കോടി രൂപയോളം വീണയുടെ അനധികൃത ഇടപാടുകൾ ED കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ CPIക്ക് യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയുമില്ല, ഇതിൽ പ്രതികരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് CPIയുടെ നേതാവായ ബിനോയ് വിശ്വം തുറന്നടിച്ചതിനെ തുടർന്നാണ് പിണറായി വിജയൻ ഒരു മാധ്യമ സമ്മേളനത്തിൽ, പത്രസമ്മേളനത്തിൽ CPIക്ക് ഒരു കാരണവശാലും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കൊടുക്കില്ല എന്ന് തിരിച്ചടിച്ചത്. മകളെ പിന്തുണയ്ക്കാത്തതിന്റെ പേരിലാണ് എന്ന രീതിയിൽ തന്നെ ഇപ്പോൾ അത് വിവക്ഷിക്കപ്പെടുമ്പോൾ CPIയുടെ ദേശീയ സെക്രട്ടറി ആയ D രാജ തന്നെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ പരിഹാസ രൂപേണ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ, അതായത് മാധ്യമങ്ങൾ പിണറായി വിജയനോട് പറയണം ഇത്തരം കാര്യങ്ങളിൽ പരസ്യ പ്രസ്താവന പാടില്ല എന്ന്. അത് വളരെ പരിഹാസ രൂപത്തിൽ തന്നെയാണ് പറഞ്ഞത്. കാരണം ബിനോയ് വിശ്വം ഇത് പരസ്യമായി പ്രകടിപ്പിച്ചു എന്ന് ആക്ഷേപം ഉയർത്തിയ പിണറായി വിജയൻ പത്രസമ്മേളനം വിളിച്ചാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല, ഏതളവ് വരെ ഇതിനു വേണ്ടി പോരാടും എന്ന് D രാജ വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം കൃത്യമായി മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. ഇടതുപക്ഷത്തിൽ CPIയും CPMും രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകുന്നു. പിണറായി വിജയന്റെ പിടിവാശി വീണ്ടും നിലനിൽക്കുന്നു. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഒരു പരിസമാപ്തി ഉണ്ടാവുക? സാർ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇത് ഓൾറെഡി ഈ പാർട്ടിക്കുള്ളിൽ രണ്ട് പാർട്ടികൾ തമ്മിൽ വലിയ ഭിന്നിപ്പ് വന്നു കഴിഞ്ഞു. നമ്മൾ കാണുന്ന പലതും അല്ല യഥാർത്ഥ സത്യം. ഇടതുപക്ഷ മുന്നണി ശിഥിലമാക്കണമെന്ന് ഉള്ള പിണറായി വിജയനുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നത് BJPയുടെ നേതാവായ അമിത്ഷായാണ്. അമിത്ഷാ അങ്ങനെ ഉത്തരവ് പറയുന്നതിന് കാരണം കേരളത്തിൽ BJP വളരണമെങ്കിൽ LDF തകരണം. ഇപ്പോൾ LDFിന് യാതൊരു തരത്തിലും ഇനി സാധ്യതയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കേരളത്തിൽ കൊണ്ടുവരികയും അങ്ങനെ BJPയെ അധികാരത്തിലേറ്റാനുള്ള, അല്ലെങ്കിൽ BJP ശക്തമായ പ്രതിപക്ഷമാവാനുള്ള വഴി നോക്കുകയാണ് അമിത്ഷാ ചെയ്യുന്നത്. പിണറായി വിജയനാകട്ടെ തൻ്റെ മകളും മകനും മരുമകനും പിന്നെ മകനും ഭാര്യയും പിണറായിയും കൃത്യമായി എൻഫോഴ്സ്മെൻറ്റ് കേസിൽ പ്രതിയാകും എന്നുള്ള സ്ഥലത്തേക്ക് എത്തിച്ചേർന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏത് മാർഗവും സ്വീകരിക്കുക എന്നുള്ള തന്ത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒളിപ്പ് എന്ന് പറയുന്ന സാധനം ഒരു ലെവലേശമില്ലാത്ത പിണറായി സംബന്ധിച്ചിടത്തോളം എങ്ങനെയായാലും കേസിൽ നിന്ന് രക്ഷപ്പെടണം. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അമിത്ഷായുമായി ധാരണയാവുക. അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയനെ കേരളത്തിൽ യാതൊരു തരത്തിലും ഉപദ്രവമൊന്നും നൽകാതെ പിണറായി വിജയനെതിരെയുള്ള കേസുകളെല്ലാം ഒതുക്കിക്കൊടുത്ത് യാതൊരു തരത്തിലുള്ള അന്വേഷണം നടത്താതെ ബ്ലാക്ക് മെയിലിംഗ് നടത്തി അങ്ങനെ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിന് കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയും അതേപോലെ പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ നിന്നാണ് ജയിച്ചു പോകുന്നത്.
അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് തകരണം. കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പാടില്ല, ഒരു കാരണവശാലും കോൺഗ്രസ് ഇവിടെ നിലനിൽക്കാനും പാടില്ല. ആ സ്ട്രാറ്റജി 10 വർഷം പയറ്റിയിട്ടും വിജയിക്കാതെ വന്നു. ഇപ്പോൾ പിണറായി വിജയൻ അവസാനം എന്തായി? തോറ്റു തൊപ്പിട്ട് പ്രതിപക്ഷമായി 3 സീറ്റ് വിജയിപ്പിച്ചു കൊടുക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു BJPക്ക്. ആ 3 സീറ്റിൽ അപ്പുറത്തേക്ക് കടക്കാനുള്ള വിദ്യകളൊന്നും ഇപ്പോൾ കേരളത്തിൽ BJPയുടെ കൈവശമില്ല. BJPക്കുള്ളിലാണെങ്കിൽ വലിയ തല്ല് നടക്കുകയാണ്. ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നേതാക്കന്മാർ കഴിഞ്ഞ ഇലക്ഷന് കിട്ടിയ ഇലക്ഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ്. അത് പലരും തട്ടിപ്പ് നടത്തിയതിൻ്റെ രേഖകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 1000 കോടി രൂപ വന്നതിൽ 100 കോടി രൂപ മാത്രമാണ് കേരളത്തിൽ ചെലവാക്കിയിട്ടുള്ളത്. ബാക്കി പൈസയ്ക്ക് പ്രധാനപ്പെട്ട നേതാക്കന്മാർ പങ്കിട്ടു എന്നുള്ള വാർത്തകൾ BJPക്കുള്ളിൽ നിന്ന് വരുമ്പോൾ BJP അണികൾ വളരെ അസ്വസ്ഥരാണ് താനും. അങ്ങനെ BJPക്ക് യാതൊരു സാധ്യതയും മുന്നോട്ട് പോകാനില്ല എന്നിരിക്കെ പിന്നെ സാധ്യത എന്താണ്? LDF എന്ന് പറയുന്ന മുന്നണിയെ തകർക്കുക. അങ്ങനെ മുന്നണി തകർന്നു കഴിഞ്ഞാൽ അവിടെ വിശ്വാസമില്ലാതെ വരികയും പ്രതിപക്ഷം എന്നുള്ള നിലയിൽ BJPക്ക് വളരാൻ പറ്റുമെന്നുള്ള സാധ്യതയാണ് അമിത്ഷാ കാണുന്നത്. ഇപ്പോൾ പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും അതേപോലെ മരുമകനെതിരെയും കൊണ്ടുവന്ന ED റെയ്ഡ് അത് എങ്ങും എത്താത്തൊരവസ്ഥയിലേക്ക് കടക്കുകയാണ്. ആ അന്വേഷണം കൃത്യമായിരുന്നു. ആ അന്വേഷണത്തിൽ എൻഫോഴ്സ്മെൻറ്റ് വളരെ ശക്തമായ നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോയത്. 20 കോടി രൂപയുടെ അനധികൃത സമ്പാദ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. അതിൽ 85 ലക്ഷം രൂപ വിദേശത്തേക്ക് ഇവിടെ നിന്ന് ഹവാല വഴി കടത്തി എന്ന് പറയുന്നതായിരുന്നു കേസ്. അപ്പോൾ ആ സംഭവം കൃത്യമായി അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ സ്വാധീനത്തിൽ ആണ് ഈ പണമെല്ലാം കിട്ടിയതെന്നും അതുവഴി ഉണ്ടാക്കിയ പണം വിദേശത്തേക്ക് കടത്തിയതാണെന്നും എന്ന് വരുമ്പോൾ അതിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് കടക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിലെ റിയാസിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകളെ ഉപയോഗിച്ചിട്ടാണ് വിദേശത്ത് ഈ പണം കടത്തിയത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയെ പൂർണ്ണമായി തകർക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പം അത് വന്നു കഴിഞ്ഞാൽ മരുമോനെയും മകളെയും കൃത്യമായി ഇതിൻ്റെ ED റഡാറിൽ പെടുമെന്നും അവസാനം പിണറായി വിജയൻ തന്നെ പെടുമെന്നുള്ള അവസ്ഥയിലാണ് പിണറായി വിജയൻ നേരെ പോയി അമിത്ഷായുമായി ധാരണയായത്. അതിൻ്റെ അങ്ങനെയുള്ള ധാരണ പ്രകാരമാണ് അമിത്ഷായുടെ ആവശ്യം എന്താണ്? BJPയെ വളർത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം. ആദ്യം LDF തകർക്കണം. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും CPIക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കൊടുക്കില്ല. താൻ ഒരിക്കലും ഒപ്പിട്ട് കൊടുക്കില്ല. ഒപ്പിട്ട് കൊടുക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ MLAക്കാണ് എന്ന് അദ്ദേഹം വളരെ പരസ്യമായി പറഞ്ഞത് അതിൻ്റെ ഒരു കൃത്യമായുള്ള വിവരം നൽകിക്കൊണ്ടാണ്. നേരത്തെ തന്നെ ബിനോയ് വിശ്വം ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന ശേഷം തോറ്റു എന്നറിഞ്ഞതിന് ശേഷം മെല്ലെ മെല്ലെ പിണറായിക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ പ്രതികരിച്ചാലേ CPIക്ക് പോലും കേരളത്തിൽ നിലനിൽപ്പില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കാൻ തുടങ്ങിയത്. ആ പ്രതികരിക്കാൻ തുടങ്ങിയ സംഭവത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് CPIക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കൊടുക്കില്ല എന്നാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞത്, ബിനോയ് വിശ്വം പറഞ്ഞത് നിർബന്ധമായും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടണമെന്നാണ്. പിണറായി വിജയൻ പരസ്യമായി ഇത് പ്രഖ്യാപിച്ചതോടെ അതിലിഞ്ഞ് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടാകാൻ സാധ്യത കുറവാണ്. ഈ സന്ദർഭത്തിലാണ് 8 പേരടങ്ങുന്ന CPI MLAമാർ ഒറ്റ ബ്ലോക്കായി വേറെ മാറിയിരിക്കാം, LDF നിന്ന് മാറിയിരിക്കാം എന്നുള്ള ഡിക്ലറേഷൻ വന്നത്. സാർ, ഇവിടെ മറ്റൊരു കാര്യം കൂടി ഒന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം ഈ പന്ന്യൻ രവീന്ദ്രൻ CPIയുടെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് കണ്ണൂരിൽ P ജയരാജനെതിരെയുള്ള ഒരു CBI അന്വേഷണം വരികയുണ്ടായി. അന്ന് P ജയരാജനെതിരെയുള്ള CBI അന്വേഷണത്തിൽ ഒരു കാരണവശാലും ഞങ്ങളിതിനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള നിലപാടോടുകൂടിയാണ് അന്ന് CPIയും പന്ന്യൻ രവീന്ദ്രനും നിന്നത്. ആ സന്ദർഭത്തിൽ ഒരിക്കൽ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില നിർണായകമായ സന്ദർഭത്തിൽ കൂടെ നിൽക്കേണ്ട ആളുകൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളൊരു പരാതി അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പരാതിയുടെ തനിയാവർത്തനം പോലെ തന്നെയാണ് ഇപ്പോൾ വീണയ്ക്കെതിരെ ED അന്വേഷണം നടക്കുമ്പോൾ റിയാസിലേക്ക് കൂടി അത് കടന്നു ചെല്ലുമ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം പറഞ്ഞത് ബിസിനസ് വേറെ രാഷ്ട്രീയം വേറെ, രാഷ്ട്രീയത്തിലൂടെ ബിസിനസ്സിലേക്കും ബിസിനസ്സിലൂടെ രാഷ്ട്രീയത്തിലേക്കും എന്നുള്ള നിലപാട് CPIക്കില്ല. ഇത് രണ്ടും രണ്ടാണ്. വീണയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ നിയമപരമായ നടപടികൾക്കെല്ലാം മറുപടി പറയേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്. CPIക്ക് ഇതിന് യാതൊരു ധാർമ്മിക ബാധ്യതയില്ല, ഞങ്ങളത് ഏറ്റെടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫലത്തിൽ P ജയരാജനെതിരെ ഉണ്ടായിരുന്ന CBI അന്വേഷണത്തിൽ അന്ന് CPIയുടെ നിലപാട് എന്തായിരുന്നോ അതേ നിലപാട് തന്നെ ഇപ്പോൾ പിണറായി വിജയന്റെ മകൾക്കെതിരെ അല്ലെങ്കിൽ മരുമകനെതിരെ അന്വേഷണം വന്നപ്പോൾ
പിണറായിക്കെതിരെ തന്നെയാണ് ഇപ്പോൾ ബിനോയ് വിശ്വം ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നതും പരസ്യമായി പ്രസ്താവന നടത്തിയും. ഇതിലുള്ള ഒരു കലിപ്പ് തന്നെയാണ് പിണറായി വിജയൻ തീർത്തത് എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. ഇതിനെ എങ്ങനെയാണ് സാർ വിലയിരുത്തുക? അത് 100% സത്യസന്ധമാണ്. പക്ഷെ ഇവിടെ വീണ വിജയൻ നടത്തിയിരിക്കുന്നത് പിണറായി വിജയന്റെ അഴിമതി പണം തൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നു. ആ പണം ഇവിടെ നിന്ന് മാറ്റി പല വഴികളിലൂടെ മുഹമ്മദ് റിയാസിന്റെ ഭർത്താവായ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ വഴി വിദേശത്തേക്ക് കടത്തി എന്നുള്ളതാണ്. അതിന് വ്യക്തമായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു. അതുമായി രാഷ്ട്രീയമായിട്ട് ബന്ധമില്ല. ശരിക്കും ഒരു അഴിമതിയാണ് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. ആ അഴിമതിയുടെ ഭാഗമായിട്ട് കിട്ടിയ പണമാണ് മകള് റിയാസ് വഴി വിദേശത്തേക്ക് കടത്തിയിരിക്കുന്നത്. CPI സംബന്ധിച്ചിടത്തോളം ബിനോയ് വിശ്വം പറഞ്ഞത് വളരെ കൃത്യമായ നിലപാടാണ്. ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞാൽ ഈ അഴിമതി നടത്തിയത് നാളെ പിടിക്കപ്പെടുകയാണെങ്കിൽ അത് CPI എന്ന് പറയുന്ന പാർട്ടിയുടെ നയപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ കാര്യങ്ങളുമായി ബന്ധമില്ലാത്ത കാര്യമാണ്. പിണറായി വിജയൻ അഴിമതിക്കാരൻ എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അതായത് തട്ടിപ്പ് വീരനാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കൊന്നും ഞങ്ങൾ കൂട്ടുനിൽക്കാൻ തയ്യാറല്ല. CPI അത്തരം തട്ടിപ്പുകൾ നടത്തി മുന്നോട്ട് പോകുന്ന പാർട്ടിയുമല്ല. പിണറായി വിജയൻ അങ്ങനെയാണെങ്കിൽ അതിന് രാഷ്ട്രീയമായിട്ട് ബന്ധമില്ല. അത് വീണ വിജയനുമായിട്ടുള്ള രാഷ്ട്രീയ ബിസിനസ് ബന്ധം മാത്രമാണ്. അതേപോലെ അല്ലാതെ അതിന് യാതൊരു തരത്തിലും രാഷ്ട്രീയമായിട്ടോ നയപരമായിട്ടോ മുന്നണി ആശയപരമായിട്ടോ ബന്ധമില്ലാത്ത കാര്യത്തിൽ ഞങ്ങൾ ഇതിന് മറുപടി പറയണം. എന്നാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയെങ്കിലും CPI തല്ലേണ്ടത് ആവശ്യമാണ്. അദ്ദേഹമാണ് ആദ്യമേ ഈ കാര്യത്തിൽ ഡിക്ലെയർ ചെയ്തത്. ബിനോയ് വിശ്വം പറഞ്ഞത് രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് ഒരു മുന്നണി മര്യാദ പ്രകാരം CPM-ന് പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കുമ്പോൾ ഉപനേതൃസ്ഥാനം കൊടുക്കേണ്ട CPI-ക്കാണ്. അത് മര്യാദയുടെ ഭാഗമാണ്. എന്നാൽ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ പ്രസ്താവന വന്ന് ഉടനെയാണ് ബിനോയ് വിശ്വം പ്രതികരിച്ച ഞങ്ങൾ വേറിട്ട് നിൽക്കാൻ പോവുകയാണ്. പാർട്ടി തന്നെ സ്വയം തീരുമാനിച്ചു. ഞങ്ങൾ CPI-യിലെ 8 MLA-മാർ വേറിട്ട ബ്ലോക്കായി നിൽക്കാം നിയമസഭയിൽ. അതോടൊപ്പം തന്നെ ഇപ്പൊ D രാജയുടെ പ്രഖ്യാപനം കൂടെ വന്നോടെ ഈ മുന്നണിയിൽ നിന്ന് CPI വിട്ടുപോകാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. 1980 മുതൽ ഇങ്ങോട്ട് അതായത് ഏകദേശം 56 വർഷമായിട്ട് മുന്നണിയിലുണ്ടായിരുന്ന CPI-യെ നീതി ഇല്ലാത്തൊരു തീരുമാനം കൊണ്ട് അവരെ ചവിട്ടി പുറത്താക്കുകയാണ് CPM ചെയ്തത് എന്ന് കൃത്യമായി പറയാൻ പറ്റും. ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം CPI പോയാലും വേണ്ടില്ല, പോയില്ലേ വേണ്ടില്ല. CPM തകർന്നാലും വേണ്ടില്ല, തകർന്നില്ലേ വേണ്ടില്ല. തൻ്റെ മോളും മരുമോനും അതേപോലെ മകനും ഭാര്യയും രക്ഷപ്പെടണം, അതേപോലെ ഞാനും രക്ഷപ്പെടണം. അത് പാർട്ടി തകർന്നാലും തകർന്നില്ലെങ്കിലും എന്നെ സംബന്ധിച്ച പ്രശ്നമല്ല. പ്രളയം വന്നാലും എനിക്ക് പ്രശ്നമല്ല. പാർട്ടി എന്ന് പറയുന്ന ഇത്രയും കാലം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് കള്ളപ്പണം ഉണ്ടാക്കാനും അതിന് സംരക്ഷണം ഒരുക്കാനുമുള്ള ഒരു വേദി മാത്രമാണ് പാർട്ടി. അതേപോലെ ഭരണത്തെ അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ പിടിക്കാൻ പോകുമ്പോൾ കേന്ദ്രത്തെ പിടിച്ചിട്ടാണെങ്കിലും BJP-യെ പിടിച്ചിട്ടാണെങ്കിലും LDF-നെ തകർത്തിട്ടാണെങ്കിലും താൻ മുന്നോട്ട് പോകും എന്നുള്ള നിലപാടെടുക്കുമ്പോൾ LDF പൂർണ്ണമായും തകരാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. സാർ, ഇവിടെ ഒരു സംശയം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇത്രത്തോളം ദയനീയമായൊരു തോൽവി ഉണ്ടായിട്ടും ഇനിയും CPM-ന്റെ വലിയേട്ട മനോഭാവം സഹിച്ചുകൊണ്ട് CPI ഇടതുപക്ഷത്തിൽ തുടരില്ല, അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൽ ഒരു പിളർപ്പുണ്ടാകാൻ പോകുന്നു, അതിന്റെ സൂചനയായിട്ട് കൂടി ഈ D രാജയുടെ പ്രസ്താവനയെ നമുക്ക് കൂട്ടി വായിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അതിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ CPI പ്രവർത്തിച്ചാൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന് വലിയൊരു ചാൻസ് ഉണ്ട്, ഒരു അവസരമുണ്ട് ഇപ്പോൾ കേരളത്തിൽ. ആ അവസരം എന്ന് പറയുന്നത് CPM അടക്കം നല്ലൊരു ശതമാനം ആളുകൾ, ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾ CPM വിട്ടുപോകാൻ എല്ലാ സാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ അനുഭാവികളായ ആളുകൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അവരെ കൃത്യമായി CPI-യിൽ എത്തിക്കാൻ അവർ കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോയാൽ കഴിയും. അത് എൻക്രോച്ച്മെന്റ് ജനതാ പാർട്ടി ഡൽഹിയിൽ എങ്ങനെയാണോ സമരം നടത്തിയ ആളുകളെ ആകർഷിച്ചത്, അതേപോലെ നിലപാടോടുകൂടി CPI മുന്നോട്ട് പോയാൽ തീർച്ചയായും CPM-നുണ്ടായിട്ടുള്ള ശക്തി അവർ ചോർന്നില്ലാതാവുകയും അത് മുഴുവൻ CPI-യിൽ എത്താനും എല്ലാ സാധ്യതയുണ്ട്. അതിന് ആ ശക്തമായ നിലപാടാണ് അവർ എടുക്കേണ്ട. പ്രവർത്തനം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. പിണറായി പോയത് കൊണ്ട് കേരളത്തിൽ ഒരു ചുക്കും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം.